നമസ്കാരം. IPL മെഗാലയത്തിൽ രാജസ്ഥാൻ റോയൽസിന് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ സ്റ്റാർ ബാറ്ററായ അജയ് ജഡേജ. ലേലത്തിന് മുൻപുള്ള റോയൽസിന്റെ ചില റിട്ടൻഷനുകൾ തന്നെ അമ്പരപ്പിച്ചു എന്നും തീർച്ചയായും ടീമിൽ വേണ്ടിയിരുന്ന ചിലരെ അവർ കൈവിട്ടതായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഞായർ തിങ്കൾ ദിവസങ്ങളിലായി സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടക്കാനിരിക്കുന്ന മെഗാലയത്തിൽ റോയൽസിന്റെ പ്ലാനുകളെ കുറിച്ച് സ്റ്റാർ സ്പോർട്സിന്റെ ഷോയിൽ സംസാരിക്കുകയായിരുന്നു ജഡേജ. 6 കളിക്കാരെയാണ് ലേലത്തിന് മുൻപ് റോയൽസ് നിലനിർത്തിയിട്ടുള്ളത്. ക്യാപ്റ്റൻ സഞ്ജു സാംസണൊപ്പം ഓപ്പണർ യശസ്വി ജയ്സ്വാൾ, ഓൾറൗണ്ടർ റിയാൻ പരാഗ, വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേല, ബാറ്റർ ഷിംറോൺ ഹെറ്റ്മേയർ, അതുപോലെ തന്നെ പേസർ സന്ദീപ് ശർമ്മ എന്നിവരെയാണ് അടുത്ത സീസണിലേക്ക് റോയൽസ് ഒപ്പം കൂട്ടിയത്. ബാക്കിയുള്ളവരെയെല്ലാം അവർ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ലേലത്തിൽ RTM ഓപ്ഷൻ ഇനി റോയൽസിന് ബാക്കിയില്ല. അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളതാകട്ടെ 41 കോടി രൂപ മാത്രമാണ്. മെഗാലയത്തിന് മുൻപ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേലിനെ രാജസ്ഥാൻ റോയൽസ് എന്തിനാണ് നിലനിർത്തിയത് എന്നാണ് അജയ് ജഡേജയുടെ ചോദ്യം. ധ്രുവ് ജുറേലിനെ രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയത് ശരിക്കും ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി കൂടെയുള്ളപ്പോൾ എന്തിനാണ് ജുറേൽ? ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു ഇത്തരമൊരു നീക്കം നടത്തിയതെങ്കിൽ തനിക്ക് മനസ്സിലാകും. കാരണം മഹേന്ദ്ര സിംഗ് ധോണി കളിക്കുന്നില്ല എങ്കിൽ ബാക്കപ്പായി ഒരാളെ തീർച്ചയായും കണ്ടുവയ്ക്കേണ്ടതായി ഉണ്ട്. RTM ഓപ്ഷൻ ലേലത്തിൽ ഫ്രാഞ്ചൈസികൾക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നും ജഡേജ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് ലൈനപ്പ് ഏറെക്കുറെ സെറ്റാണെങ്കിലും ബൗളിംഗിൽ ഒരുപാട് പേരെ ലേലത്തിൽ വാങ്ങേണ്ടി വന്നിരിക്കുകയാണെന്ന് ജഡേജ അഭിപ്രായപ്പെട്ടു. മെഗാലയത്തിൽ റോയൽസിന്റെ പേസർമാരെയും സ്പിന്നർമാരെയും എല്ലാം കണ്ടെത്തേണ്ടതായി ഉണ്ട്. ബൗളർമാരെയാണ് ലേലത്തിൽ അവർക്ക് പ്രധാനമായും ആവശ്യം. ബാറ്റിംഗ് നിര നോക്കിയാൽ ലൈനപ്പ് ഏറെക്കുറെ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. മിച്ചൽ സ്റ്റാർക്ക് മുതൽ പലരെയും ലേലത്തിൽ റോയൽസ് ഒരുപക്ഷെ നോട്ടമിട്ടേക്കും. ലേലത്തിൽ ഒരുപാട് കളിക്കാരുണ്ടെങ്കിലും റോയൽസ് ഇവരിൽ നിന്നും ബൗളർമാരെ ആയിരിക്കും പ്രധാനമായും ശ്രദ്ധിക്കുക. തന്റെ അഭിപ്രായത്തിൽ റോയൽസ് ടീം ഇപ്പോൾ കുഴപ്പത്തിൽ തന്നെയാണ്. കഴിഞ്ഞ സീസണിലെ കോർ ഗ്രൂപ്പിനെ റോയൽസ് നിലനിർത്തി എന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ലേലത്തിൽ എല്ലാ ടീമുകളും ബൗളർമാരുടെ പിറകെ പോകുമ്പോൾ റോയൽസിന് പണി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രത്യേകിച്ച് പേഴ്സിൽ അധികം പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ റോയൽസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നെട്ടോട്ടം ഓടാൻ പോകുന്നത്. ഒരു മികച്ച ബൗളർ പോലും റോയൽസിന് പക്കലില്ല. ഇത് ലേലത്തിൽ ബൗളർമാർക്ക് വേണ്ടി കൂടുതൽ പുഷ് ചെയ്യാൻ റോയൽസിന് നിർബന്ധിതരാക്കുകയും ചെയ്യും. അവർക്ക് ലേലത്തിൽ എന്താണ് ആവശ്യമെന്ന് മറ്റ് ടീമുകൾക്കെല്ലാം അറിയുകയും ചെയ്യാമെന്നും ജഡേജ നിരീക്ഷിക്കുകയാണ്. ലേലത്തിന് മുൻപ് രാജസ്ഥാൻ റോയൽസിന്റെ ചില റിട്ടൻഷനുകളെ ചോദ്യം ചെയ്തിരിക്കുകയാണ് സ്റ്റാർ സ്പോർട്സിന്റെ ഷോയിൽ. അതായത് ഇതേ ഷോയിൽ പങ്കെടുത്ത ഇന്ത്യയുടെ മുൻ ഫാസ്റ്റ് ബോളറായ RP സിംഗ്. ഓപ്പണറും ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്ററുമായ ജോസ് ബട്ട്ലറെ റോയൽസ് ഒഴിവാക്കിയതിൽ അദ്ദേഹം ആശ്ചര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ജോസ് ബട്ട്ലറെ രാജസ്ഥാൻ റോയൽസ് വേണ്ട എന്ന് വെച്ചപ്പോൾ തനിക്ക് വലിയ ആശ്ചര്യമാണ് തോന്നിയത്. അദ്ദേഹം അവർക്കൊപ്പം ഉറപ്പായും വേണ്ട ഒരു താരമായിരുന്നു. ട്രെന്റ് ബോൾട്ടിനെ വേണ്ട എന്ന് വെച്ച റോയൽസിന്റെ തീരുമാനവും തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും പറയുകയാണ്. IPL ആദ്യ ഓവറിൽ കൂടുതൽ വിക്കറ്റുകൾ എടുത്ത ബോളർമാരിൽ ഒരാളും കൂടിയാണ് അദ്ദേഹം. ഭാവി കൂടി നോക്കിയിട്ടാകാം റോയൽസ് ചില താരങ്ങളെ നിലനിർത്തിയത്. ഷിംറോൺ ഹെറ്റ്മേയറെ അവർ നിലനിർത്തിയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ കഴിവ് റോയൽസ് അദ്ദേഹത്തിൽ കാണുന്നുണ്ടായിരിക്കുമെന്നും RP സിംഗ് വിലയിരുത്തുകയായിരുന്നു.